ദശകം 15 ശ്ലോക 7. യുവതി ജഠര ഖിന്നക ജാതബോധക അപ്യകാണ്ഡേ പ്രസവകളിതബോധക പീഡക ഉല്ലംഘ്യ ബാല്യം പുനഃ അഭിപദമുഹ്യതി ഏവ താരുണ്യകാലേ കപിലതനുകു ഇതി ഹി ത്വം ദേവഹൂത്യൈനഗാദീം. യുവതി, ഒരു സ്ത്രീ, അമ്മ എന്ന ആ ഒരു സ്ഥാനം എത്തുമ്പോൾ, ജഠര, ഗർഭപാത്രത്തെ, ഖിന്നക, വളരെ നരകത്തിന്റെ വേദന അനുഭവിക്കുകയും, ജാത, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ബോധക, യഥാർത്ഥ ജ്ഞാനത്തെ, അപ്യകാണ്ടെ, പെട്ടെന്ന് എങ്കിലും, പ്രസവ, പുറത്ത് വീഴുന്ന സമയത്ത്, ഗളിത, ആ സംഘർഷത്തിൽ, ബോധക, നഷ്ടമാവുകയും, പീഡക, വളരെ കഷ്ടപ്പാടോടുകൂടി, ഉല്ലംഘ്യ, കഴിച്ചു കൂട്ടുകയും, ബാല്യം, ബാല്യം എന്ന അവസ്ഥയെ, പുനഃ, വീണ്ടും, അപി, അപ്പോൾ, ബദ, ഓർമ്മിക്കാൻ, മുഹ്യതി, മോഹിപ്പിക്കുകയും, ഏവ, എവിടെ, താരുണ്യ, യൗവന, കാലേ, കാലത്ത്, കപില, കപിലമുനി, തനുഹു, സ്വരൂപം, ഇതി, ഇങ്ങനെ, ത്വം, അവിടുന്ന്, ദേവഹൂതി, ദേവഹൂതിയോട്, ന്യഗാദീഹി, പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഈ ദശകത്തിൽ നമ്മൾ കപിലോപദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. അതും ഈ ശ്ലോകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ഒരു അമ്മയാകുന്ന സമയത്ത് ആ ഗർഭപാത്രത്തിൽ അത്രയും വേദനകളും നരകയാതനകളും അനുഭവിക്കുന്ന ആ കുഞ്ഞിന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവുകയും അതിനുശേഷം എപ്പോഴാണോ സംഘർഷത്തോടു കൂടി ആ ഒരു ജനന സമയത്ത് പുറത്തു വരുമ്പോൾ ആ ജ്ഞാനം നഷ്ടമാവുകയും പിന്നീട് ഓരോ അവസ്ഥയിലൂടെ പോകുന്നു. ബാല്യം, കൗമാരം, ഗൃഹസ്ഥാശ്രമം, അതുപോലെ ശേഷം സന്യാസം എന്നിങ്ങനെ എല്ലാ അവസ്ഥയിലൂടെയും കടന്നു പോവുകയും ആ മോഹത്തിൽ ഏർപ്പെടുകയും പിന്നീട് ആ ഒരു അവസ്ഥ സന്യാസത്തിൽ എത്തുമ്പോൾ തിരിച്ചു ജ്ഞാനം വരികയും ചെയ്യുന്നു എന്ന് കപിലമുനി, ആ ഭഗവാന്റെ സ്വരൂപത്തോടു കൂടിയുള്ള കപിലമുനി ദേവഹൂതിയോട് ഇപ്രകാരം പറഞ്ഞു കൊടുക്കുന്നു. യുവതി ജഠര കിന്നോ ജാതബാധോപ്യകാണ്ഡേ പ്രസവകളിതബോധപീഡയം യോലംഘ്യ ബാല്യം പുനരഭിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈനഗാദീഹി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.